നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. യമാനിയ മോണ്ടിസോറി പ്രീ സ്കൂൾ, ഹൗസ് ഓഫ് ചിൽഡ്രൻ, 5 മൈൽ, പൂക്കോട്ടുംപാടം. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഇരകൾക്ക് സഹായത്തിനുള്ള മാനദണ്ഡങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ സേനയും വനം വകുപ്പും അംഗീകരിച്ചു. കാട്ടുപന്നികൾ പോലുള്ള വിജ്ഞാപനം ചെയ്ത കാട്ടുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നതും സംസ്കരിക്കുന്നതും മാനദണ്ഡങ്ങളുടെ ഇനം 3B-യിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയാകുന്ന വനം വന്യജീവി വകുപ്പ് വിജ്ഞാപനം ചെയ്ത പട്ടികയിലുള്ള കാട്ടുപന്നികളെയും മറ്റും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയോഗിച്ച അംഗീകൃത ഷൂട്ടർമാർക്ക് വെടിവെച്ച് കൊല്ലാം. കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള വിജ്ഞാപനം ചെയ്ത കാട്ടുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നതും സംസ്കരിക്കുന്നതും സംബന്ധിച്ച് SDRF-ൽ നിന്ന് സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിൽ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. നിലവിൽ വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നാൽ ഷൂട്ടർക്ക് ലഭിക്കുന്നത് 1000 രൂപയായിരുന്നു. കൊല്ലപ്പെട്ട ശേഷം മൃഗങ്ങളുടെ ശവസംസ്കാരങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ടത് വനം വകുപ്പായിരുന്നു. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം വനം വകുപ്പ് അംഗീകരിച്ച പാനലുള്ള ഷൂട്ടർമാരെ ഗ്രാമപഞ്ചായത്തിന് ഉപയോഗപ്പെടുത്തുകയും സംസ്കാരം ഉൾപ്പെടെ നടത്തുകയും ചെയ്യാം. ഇതിന് ചെലവാകുന്ന തുക ഗ്രാമപഞ്ചായത്തിന് തിരികെ ലഭിക്കും. കൊല്ലപ്പെടുന്ന ഓരോ മൃഗത്തിനും വെടിവെക്കുന്നയാൾക്കുള്ള ഓണറേറിയം 1500 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. മൃഗങ്ങളുടെ ശവശരീരങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം പരമാവധി 2000 രൂപ വരെയും ചെലവഴിക്കാം. ഇതിനുള്ള ചെലവ് ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പരമാവധി 1 ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ ചെലവഴിക്കാനുള്ള അനുമതി. ചെലവുകൾ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന പക്ഷം പ്രസ്തുത തുക ജില്ലാ ദുരന്ത നിവാരണ സമിതി സ്വയംഭരണ സ്ഥാപനത്തിന് തിരികെ നൽകും. 2024 മാർച്ച് 7-ലെ സർക്കാർ ഉത്തരവിനെയും 2025 ജനുവരി 31-ൽ ചേർന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിലെ തീരുമാനങ്ങളെയും അടിസ്ഥാനമാക്കി 2025 മാർച്ച് 6-നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് ഇപ്പോഴാണ് താഴെത്തട്ടിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.